താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് മുന്നിലുണ്ടായ സംഘർഷത്തിൽ 351 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. കൊലപാതക ശ്രമം, കലാപമുണ്ടാക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐ നേതാവാണ് ഒന്നാം പ്രതി. ഇന്നലെയുണ്ടായ ആക്രമണം ചില ആളുകളുടെ അജണ്ടകളുടെ ഭാഗമാണെന്ന് ഫ്രഷ് കട്ട് അധികൃതർ ആരോപിച്ചു. സംഘർഷത്തിൽ സമരക്കാർ പോലീസിനെ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇന്നലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കയറിയ പ്രതിഷേധക്കാർ അക്രമം നടത്തുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഫാക്ടറി ആക്രമിക്കുന്നതും അത് തടയുന്ന പോലീസുകാരെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഇന്നലെ നടന്ന അക്രമത്തിൽ 2 കേസാണ് പോലീസ് എടുത്തത്. സംഘർഷവും പോലീസിനെ മർദ്ദിച്ചതിലുമായി 321 പേരെ പ്രതി ചേർത്തു. പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതടക്കം കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ മെഹറൂഫാണ് ഒന്നാം പ്രതി. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സമരസമിതി നേതാക്കളും പ്രതിസ്ഥാനത്തുണ്ട്. ഫാക്ടറിയിൽ തീയിട്ട കേസിൽ 30 പേരാണ് പ്രതികൾ. തീവെപ്പിൽ 5 കോടി രൂപയുടെ നഷ്ടം കമ്പനിക്കുണ്ടായെന്നാണ് കണക്ക്. സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തി പോലീസിനെ പ്രതിരോധത്തിലാക്കുകയാണ് അക്രമികൾ ചെയ്തതെന്നും ഫ്രഷ് കട്ട് ഉടമകൾ പറഞ്ഞു. കേരള ഗവൺമെന്റിന്റെ എല്ലാ ലൈസൻസും ഉണ്ട്, അവരുടെ സപ്പോർട്ടും ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ വ്യവസായം നടത്തുമ്പോൾ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഒബ്വിയസ്ലി ഒരു വ്യവസായിക്ക് ഉണ്ടാവില്ല. അതെല്ലാം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ സ്മൂത്തായിട്ട് പോകുമ്പം പോലീസിനെ പ്രതിരോധത്തിലാക്കാനാണ് ഈ സ്ത്രീകളും കുട്ടികളും മുമ്പിൽ വെക്കുന്നത്. ഇതൊരു പുതിയൊരു കമ്മിറ്റി പുതിയൊരു ഇത് വന്നതിന് ശേഷമാണ് ഇത് ഈ ഒരു ലൈനിലേക്ക് മാറിപ്പോയത്. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ അതിലുണ്ടായിരുന്നു? നമ്മുടെ ഉണ്ട് സ്റ്റാഫുകൾ തന്നെയുണ്ട്, പഴയ സ്റ്റാഫുകൾ തന്നെയുണ്ട്. സംഘർഷത്തിൽ കോഴിക്കോട് റൂറൽ SP EK ബൈജു പരിക്കേറ്റ് ചികിത്സയിലായതിനാൽ അന്വേഷണ ചുമതലയുള്ള വയനാട് റൂറൽ SP പ്രദേശം സന്ദർശിച്ചു. മേഖലയിൽ കനത്ത പോലീസ് നിരീക്ഷണം തുടരുകയാണ്. ഇന്നലെ നടന്ന സംഘർഷത്തിൽ കോഴിക്കോട് റൂറൽ SP ഉൾപ്പെടെ 16 പോലീസുകാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ സമരത്തിൽ പങ്കെടുത്ത നിരവധി പേർക്കും പരിക്കേറ്റിരുന്നു. അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം മാറ്റണമെന്നാവശ്യപ്പെട്ട് 6 വർഷമായി നടക്കുന്ന സമരമാണ് ഇന്നലെ അക്രമാസക്തമായത്. മീഡിയ 1 കോഴിക്കോട്.